കനത്ത മൂടൽമഞ്ഞിൽ വലയുകയാണ് ഉത്തരേന്ത്യ. 8 സംസ്ഥാനങ്ങളിൽ ദൃശ്യപരിധി പൂജ്യമാണ്. പൂജ്യം. റെയിൽ, റോഡ്, വ്യോമ ഗതാഗതത്തെ മൂടൽമഞ്ഞ് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു. അതേപോലെ ഇന്ന് നോയിഡയിലെ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തിടെ ഞാനിന്ന് നോയിഡയിൽ പോയി. ശരിക്കും യഥാർത്ഥത്തിൽ മാസ്ക് വെച്ച് മാത്രമേ നമുക്കിപ്പോൾ അവിടെയൊക്കെ നടക്കാൻ പറ്റൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിൻ്റെ പിടിയിലാണ്. 8 സംസ്ഥാനങ്ങളിൽ ദൃശ്യപരിധി ഇന്ന് രാവിലെ പൂജ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ അല്പസമയം മുമ്പ് മെച്ചപ്പെട്ട് 50 മീറ്ററായി ദൃശ്യപരിധി മെച്ചപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ദൃശ്യപരിധി പൂജ്യമാണ്. ഇവിടെ റോഡ്, റെയിൽ ഗതാഗതത്തെ, വ്യോമ ഗതാഗതത്തെ എല്ലാം തന്നെ ഈ ദൃശ്യപരിധി കുറഞ്ഞത് ബാധിച്ചിരിക്കുന്നു. റോഡുകളിൽ വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ കാണാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അത്രത്തോളം കനത്ത മൂടൽമഞ്ഞാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ അത് വ്യക്തമാകും. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് പോലും വ്യക്തമല്ലാത്ത അത്രയും ശക്തിയേറിയ മൂടൽമഞ്ഞ് ഈ പ്രദേശത്ത് എല്ലാം തന്നെ ഉണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിലെ വായുഗുണ നിലവാര നിരക്ക് വീണ്ടും ഗുരുതര വിഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഗുരുതര വിഭാഗത്തിൽ തുടരുകയാണ്. ഇന്ന് 403 ശരാശരി വായുഗുണ നിലവാര നിരക്ക് ഡൽഹിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോയിഡയിൽ അതീവ രൂക്ഷമാണ് സാഹചര്യം. 800-ന് മുകളിൽ 827 ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വായുഗുണ നിലവാര നിരക്ക് എന്നുള്ളത്. ഒപ്പം തന്നെ കനത്ത മൂടൽമഞ്ഞും ഈ വായുഗുണ നിലവാര നിരക്ക് കുറഞ്ഞതും നോയിഡയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരമായ സാഹചര്യം ഡൽഹി NCR മേഖലയിൽ മലിനീകരണത്തെ തുടർന്ന് തുടരുകയാണ്. ഒപ്പമാണ് ഈ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉത്തരേന്ത്യൻ മേഖലയിലെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ആളുകൾക്ക് ഉണ്ടാകുന്നത്. ഇന്ന് ഡൽഹി വിമാനത്താവള അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദൃശ്യപരിധി കുറഞ്ഞത് വ്യോമഗതാഗതത്തെ ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഈ വിമാന കമ്പനികളുമായി സംസാരിക്കണം, നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും ഒപ്പം തന്നെ സഹായത്തിനായി പ്രത്യേക സംഘത്തെ വിമാനത്താവളത്തിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ വിമാനത്താവള അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഉത്തരേന്ത്യയിലെ സാഹചര്യങ്ങൾ അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. നമുക്ക് കാണാം, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഉൾപ്പെടെ കാണാൻ കഴിയാത്ത അത്രയും മൂടൽമഞ്ഞ്. ഡൽഹിയിൽ ഇപ്പോൾ ദൃശ്യപരിധി 50 മീറ്ററായി മെച്ചപ്പെട്ടിരിക്കുന്നു. അതോടെയാണ് റോഡ് ഗതാഗതം പോലും ഒരു പരിധിവരെ സാധ്യമായത്. അതേസമയം പഞ്ചാബിലും ഹരിയാനയിലും മറ്റും ഇപ്പോഴും ദൃശ്യപരിധി പൂജ്യമായി തന്നെ തുടരുകയാണ്.